ഇന്നത്തെ താളുകളിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഒരു മലയാളം പുസ്തകമാണ്. ഈ സന്തോഷ് കുമാർ രചിച്ച പ്രശസ്തമായ നോവലാണ് തപോമയ്യയുടെ അച്ഛൻ. 2025 വയലാർ അവാർഡ് ലഭിച്ച കൃതി. ഇതിലെ കേന്ദ്ര കഥാപാത്രമായ തപോമയ്യയുടെ അച്ഛനാണ് ഗോപാൽ ബറുവ. കിഴക്കൻ ബംഗാളിൽ നിന്നും പലായനം ചെയ്ത് കൊൽക്കത്തയിൽ അഭയം പ്രാപിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം. ഈ നോവലിൽ ഗോപാൽ ബറുവ അതീവ ശാന്തനായ ഒരു മനുഷ്യനായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സന്തോഷ് കുമാറിന്റെ വളരെ ലളിതമായ എഴുത്തിലൂടെ തപോമയ്യയും അച്ഛനും കൂട്ടുകാരനായ ഡോക്ടർ സർക്കാരും അവരുടെ ചീട്ടുകളിയും സന്താനം സാറും പർവീണയും അഭയാർത്ഥികളും പിന്നെ ആൽമരം കുടച്ചൂടിയ അവരുടെ വീടുമെല്ലാം മനസ്സിലേക്ക് കയറാൻ അധികം സമയം വേണ്ടി വന്നില്ല. ഗൂഢലിപികള് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന സന്താനം സാറും തപോമയ്യയുടെ അച്ഛനും എന്നെ പലവട്ടം ഇടയ്ക്കൽ ഗുഹയിലെ ചുവരെഴുത്തുകളെ ഓർമ്മിപ്പിച്ചു. കുട്ടികളെ പോലെ എപ്പോഴും അടികൂടിയും ഉറ്റ സുഹൃത്തുക്കളാവാം എന്ന് തപോമയ്യയുടെ അച്ഛനും ഡോക്ടർ സർക്കാരും കാണിച്ചു തരുന്നു. അഭയാർത്ഥികളെ സഹായിക്കാനായി തന്റെ കഴിവിന്റെ പരമാവധിയും അതിലപ്പുറവും രാപകലില്ലാതെ ചെയ്യുന്ന തപോമയ്യി. തുടക്കം മുതൽ നഷ്ടപ്പെടലിന്റെ വേദന എന്താണ്, അത് എത്രമാത്രമാണ് എന്ന് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. തപോമയ്ക്ക് താൻ സ്നേഹിച്ച പെണ്ണിനെ നഷ്ടമാകുന്നു. ഗോപാൽ ബറുവയ്ക്ക് താൻ നിധി പോലെ കാക്കുന്ന പലതും നഷ്ടമാകുന്നു. പർവീണയ്ക്ക് തന്റെ സമ്പാദ്യം നഷ്ടം. സന്താനം സാറിന് തന്റെ മകളുടെ നഷ്ടം. അഭയാർത്ഥികൾക്ക് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലവും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂരകളും നഷ്ടമാകുന്നു. മറ്റുള്ളവർ ഏതെല്ലാം രീതിയിൽ അവരെ ഉപദ്രവിക്കാം എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. തീവച്ചും വെള്ളപ്പൊക്കത്തിലുമൊക്കെ അഭയാർത്ഥികളുടെ ജീവിതം കൂടുതൽ കൂടുതൽ വഷളാകുന്നത് ഈ ബുക്ക് വായിക്കുമ്പോൾ ഒരു വിങ്ങല് പോലെ നമ്മുടെ ഉള്ളിൽ കൂടിക്കേറുന്നു. ചെറുപ്രായത്തിൽ താൻ സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വന്തമാക്കാൻ ചെയ്തു പോയൊരു തെറ്റ്. ആ തെറ്റിൽ നീറി ജീവിക്കുന്ന തപോമയ്യയുടെ അച്ഛൻ. എന്നാൽ പെണ്ണിനെ സ്വന്തമാക്കിയാലും അവളുടെ സ്നേഹം നേടാൻ കഴിയില്ല എന്നുള്ളതിന് ഉത്തമോദാഹരണമാണ് തപോമയ്യയുടെ അമ്മ. തപോമയ്യയുടെ അച്ഛനോട് നമുക്ക് ഏറ്റവും ഇഷ്ടം കൂടുതൽ തോന്നുന്നത് അത് തപോമയ്യയുടെ അച്ഛനല്ല എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം മുതലാണ്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് അച്ഛനാവേണ്ടതെന്ന് ഗോപാൽ ബറുവ നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ഈ പുസ്തകത്തിന്റെ അവസാനം ഇങ്ങനെയാണ്: വർഷത്തിലൊരിക്കൽ സിഗരറ്റ് വലിക്കുന്ന ഒരാളെ എനിക്കറിയാം. ആരാണത് എന്ന ആഖ്യാതാവിന്റെ ചോദ്യത്തിന് എൻ്റെ അച്ഛൻ എന്ന് തപോമയ്യി ചിരിച്ചുകൊണ്ട് പറയുന്നു. തപോമയ്യയുടെ മനസ്സിൽ ഗോപാൽ ബറുവ തന്നെയാണ് അച്ഛൻ.